ചങ്ങായിമാരെ, ഈ വെള്ളച്ചാട്ടം എവിടെയാ നിങ്ങൾക്ക് അറിയോ? എവിടെന്നല്ലേ നിങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വയനാട് ചുരത്തുമ്പോഴുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ അത്. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് വയനാട് ചുരത്തുമ്പോ അറിയപ്പെടുന്ന വയനാടിന്റെ പേരിലാണെങ്കിൽ നമ്മള് കോഴിക്കോട്ടുകാരെ സ്വന്തം ചുരാണല്ലോ താമരശ്ശേരി ചുരം. നല്ല കുളിരുള്ള കാറ്റ് കൊള്ളാൻ വിചാരിച്ച് വണ്ടി അങ്ങോട്ട് സൈഡാക്കി. അവന്റെ ചെങ്ങന്മാരെ എന്ത് രസറിയോ വയനാട് ചുരത്തുമ്പോന്നുള്ള വ്യൂ കാണാൻ. കോട മൂടിയും കൊണ്ട് ആ വ്യൂ അങ്ങോട്ട് മര്യാദക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കോട വന്നപ്പോ എല്ലാം തണുപ്പുണ്ടല്ലോ, എന്തൊരു സുഖാന്നറിയോ. വ്യൂ പോയിന്റിലെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നേരെ ചുരത്തിന്റെ താഴത്തേക്ക് പോകും. ഇതിന്റെ ബാക്കിലേക്കാണ് നമ്മളെ ചങ്ങായി സവാദിക്ക. ചുരം കാണാനായിട്ട് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നതാ. അതിന്റെ ഒരു പൊലിവ് കാണാനും പോണ വയൽ ഇക്കാണ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഞമ്മക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളിപ്പൊ നിൽക്കുന്ന ചുരത്തിന്റെ 4ാമത്തെ വളവില് ഇടത്തെ സൈഡിലുള്ള ഇക്കാണ റോട്ടിൽ കൂടെയാണ് ഞമ്മക്ക് പോവാനുള്ളത്. കണ്ട ചാക്കടക്കപ്പാടെ കണ്ടപ്പോ സവാദിന് വല്ലാത്തൊരു വിഷം. ഓനെ പറയണ കാര്യമില്ല, ഇക്കാണ മുതലൊക്കെ നമ്മള് നോക്കി ഇങ്ങനെ ചിരിക്കല്ലേ. എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ കാടുമുട്ടയാണല്ലോ, അതങ്ങോട്ട് ഓർഡർ ചെയ്ത് അതിന്റെ ഒപ്പം വൈബിനൊരു ചായയും പോയി. സവാദിനുള്ള ഗ്രീൻ പീസ് മസാലയും വന്നു. എന്താ അവന്റെ ഒരു തീറ്റാന്നറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. കഴിച്ച് നമ്മളെ വിഷയത്തൊന്നും തെന്നി മാറുന്ന ഒരു സംശയം. ഇടത്തെ ഭാഗത്താണ് ഈ റോട്ടിൽ കൂടെ ഒരു 20 മീറ്റർ കണ്ട് പോയാൽ നമ്മളെ സ്പോട്ട് ചെങ്ങന്മാരെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്ത് രസാന്ന് നോക്കി നിങ്ങള്, അടിപൊളിയല്ലേ. എല്ലാരും പോന്നോളിട്ടെന്നാ വയനാട് ചുരത്തുമ്പോ കൂടെ പോണ ആരും ഈ സ്പോട്ട് മിസ്സാക്കാൻ നിൽക്കണ്ട കേട്ടോ.